ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താൻ എന്താ ഈ കാണിച്ചേ? തന്നോട് ഒരു അറസ്റ്റ് ചെയ്യാൻ ആരാ പറഞ്ഞത്? സാർ, അത് പിന്നെ കളക്ടറുടെ ഉത്തരവ് SP പ്രത്യേകം വിളിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹാൻഡ് കഫിന്റെ കീയോടെ സാർ, അത് പോയി എടുത്തോണ്ടാ. ശരി സാർ. സോറി മാഡം, ഞാനിത് അറിഞ്ഞിരുന്നില്ല. കളക്ടർ SP-യും സ്കൂളിലെ പ്രശ്നത്തിൽ ഇടപെട്ടു. അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. പേടിക്കണ്ട, ഞാൻ എല്ലാം ഡീൽ ചെയ്തോളാം. രാജീവ്, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം. ദയവേത് എന്നെ റിമാൻഡ് ചെയ്യരുത്. മാഡം, ഇതെനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. കളക്ടർ SP ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് അതൊന്നും എനിക്കറിയണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ചെയ്യണം. ആർക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. രാജീവിന് എന്ത് വേണമെന്ന് രാജീവ് പറഞ്ഞാൽ മതി. പ്ലീസ് രാജീവ്, എന്നെ രക്ഷിക്കണം. നമ്മൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. സർ, തമ്പയ്യോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിച്ചോളാം. ശരി സർ. മാഡം, ബുദ്ധിയുള്ളവനും പണമുള്ളവനും അധികാരമുള്ളവനെ കൂടെ നിർത്തും. മാഡം അത് ചെയ്തില്ല. ഐ സോറി രാജീവ്. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണം. ഇതിനകത്തിരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാഡത്തിനൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജീവ് പറയേ. കളക്ടറോട് SP-യോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് മാഡത്തിന് അറിയാലോ. അറിയാം, അത് ഞാൻ ഉടനെ ചെയ്യാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ മാഡം. നേരത്തെ മാഡം കീറിക്കളഞ്ഞ എഗ്രിമെന്റ് 30% ആയിരുന്നു. ഇപ്പോ അതല്ല എന്റെ ഡിമാൻഡ്. 45%. 45%? ഇംപോസിബിൾ. ഇതിൽ ബാർഗൈനിങ് ഒന്നുമില്ല മാഡം. ഞാൻ ഒരുപാട് പേരെ സെറ്റിൽ ചെയ്യണം മാഡത്തിനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ. സോ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ പ്രതിഫലം കൂടണ്ടേ? ഞാൻ പറഞ്ഞ സമ്മതമാണെങ്കിൽ മാഡം ഇവിടെ നിന്ന് ഇപ്പൊ പുറത്തു പോകും, അല്ലെങ്കിൽ ജയിലിൽ പോകും. സമ്മതം. ആ, തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. പുറത്തിറങ്ങിയിട്ട് എന്ത് വേണമെന്ന് പിന്നീട് ആലോചിക്കാം.